ഞാൻ ആകെ ഒരു വെപ്രാളത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അന്നത്തെ സോക്കടം എന്ന് വെച്ചാൽ കണ്ടവരെ മുഴുവൻ വെടിച്ചു കൊല്ലാൻ തോന്നുകയാണ് അറിഞ്ഞത്. കണ്ടവരെ മുഴുവനും വെടിവെച്ച് കൊല്ലാൻ തോന്നുകയാണ്. കുട്ടിയോട് പറഞ്ഞോടുകൂടി കുട്ടീൻ്റെ സോക്കട് മാറി. അവൻ്റെ ഉമ്മ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്ത് മരുന്നാ കൊടുത്ത് 5 മിനിറ്റ് ഓനെ കാണാതെ ഞങ്ങൾ കിണറ്റിൽ പോയി തിരഞ്ഞെടുക്കലാണ്, അല്ലെങ്കിൽ കുളത്തിലും പുഴയിലൊക്കെ തിരഞ്ഞോക്കലാണ്. ഒരു സ്വസ്ഥതയും ഒരു സുഖവനെ കൊണ്ടുണ്ടായിരുന്നില്ല. ഹൃദയങ്ങളുടെ പ്രയാസങ്ങളുടെ വേലിയേറ്റങ്ങളുടെ തിരമാല അടങ്ങുന്ന മറുമരുന്നാണ് മുഹമ്മദ് മുസ്തഫ. ഒരു സംശയം വേണ്ട. റസൂലുള്ളാഹിന്റെ സാസിൽ വന്നാൽ പിന്നെ ഡിപ്രഷനൊന്നുമില്ല. ഞാൻ ഒരു പ്രസംഗത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രസംഗം കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ എന്നോടൊന്ന്, ഉസ്താദ് എന്നെ സഹായിക്കണം, ഞാൻ ആകെ ഒരു വെപ്രാളത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അന്നത്തെ സോക്കടം എന്ന് വെച്ചാൽ കണ്ടവരെ മുഴുവൻ വെടിച്ചു കൊല്ലാൻ തോന്നുകയാണ് അറിഞ്ഞത്. കണ്ടവരെ മുഴുവനും വെടിവെച്ച് കൊല്ലാൻ തോന്നുകയാണ്. സോക്കടമൊക്കെയാണ് നിങ്ങൾ. കാരണം എന്താ പറയുക, ഈ സിനിമ കണ്ടിട്ടും അഭിനയിച്ചിട്ടും കുട്ടികളെ മനസ്സ് മുരടിച്ചിട്ട് അഭിനയിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള ഒരവസ്ഥ മനുഷ്യൻ്റെ പ്രകൃതിയിൽ ടെസ്റ്റോസ്റ്ററോൺ എന്നൊരു ഹോർമോൺ ഉണ്ടാക്കുന്നതാണ് പുതിയ പഠനം പറയുന്നത്. ഈ കുട്ടിക്ക് ആ ഹോർമോൺ വന്നിക്കണം. അതാണ് ഇവന് കണ്ടതും അനുഭവിച്ചതൊക്കെ ഇവന് നടപ്പിലാക്കണം. ആ അസുഖം വന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. മദീന്റെ സാസിലാണ്. ഒരു 10 മിനിറ്റ് മുസ്തഫ നബിയെ കുറിച്ച് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞോടുകൂടി കുട്ടീൻ്റെ സോക്കട് മാറി. അവൻ്റെ ഉമ്മ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്ത് മരുന്നാ കൊടുത്ത് 5 മിനിറ്റ് ഓനെ കാണാതെ ഞങ്ങൾ കിണറ്റിൽ പോയി തിരഞ്ഞെടുക്കലാണ്, അല്ലെങ്കിൽ കുളത്തിലും പുഴയിലൊക്കെ തിരഞ്ഞോക്കലാണ്. ഒരു സ്വസ്ഥതയും ഒരു സുഖവനെ കൊണ്ടുണ്ടായിരുന്നില്ല. അവൻ കയ്യിൽ നിന്ന് പോയ കുട്ടിയാണ്. നിങ്ങൾ എന്ത് മരുന്നാ കൊടുത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊടുക്കേണ്ട മരുന്ന് ഞാൻ കൊടുത്താണെന്ന്. പാപ്പാൻ്റെ ഉമ്മാൻ്റെ ജോലിയല്ലേ മുത്തനബിനെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അവല് വാജിബിൻ അലൽ മുഅല്ലിമീന്നും കൂടിയല്ല ഫിഖിന്റെ കിതാബിലുള്ളത്, അല്ലെ ലാബായി എന്നാണ്. അല്ല ലാബായി വല്ലുമ്മഹാത്ത് എന്നാണുള്ളത്. ബാപ്പാന്റെയും ഉമ്മാന്റെയും പ്രധാനപ്പെട്ട ഡ്യൂട്ടി മക്കൾ ഉണ്ടായാൽ ആരാണ് മുഹമ്മദ് നബി എന്ന് പഠിപ്പിക്കലാണ്. എന്നിട്ടേ അള്ളാഹിനെ പഠിപ്പിക്കാൻ പാടുള്ളൂ. നമ്മൾ സാധാരണ പറയാറുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്ന്. കേട്ടാ തോന്നും ആദ്യം ഉമ്മ, പിന്നെ ബാപ്പ, പിന്നെ ഉസ്താദ്, ഒക്കെ കഴിഞ്ഞിട്ട് പഠിച്ചോന്ന് തോന്നുന്നു. അങ്ങനെയാണോ അർത്ഥം വെക്കല്ലോ? അങ്ങനെയാണോ അർത്ഥം വെക്കണ്ടേ? മാതാപിതാ ഗുരു ദൈവം. അപ്പൊ ലാസ്റ്റ് പഠിച്ചോന്, ആദ്യം ഉമ്മ, സെൻട്രൽ ഗുരു. എന്താ ഗുരുവാണ്? ഗുരുവല്ല, ആദ്യം ഗുരുവാണ്. അതല്ല ഉമ്മാനോട് അനുസരണക്കേട് കാണിക്കുകയാണെങ്കിലും ഉമ്മാന്റെ ഗുരുത്തക്കേട് കെട്ടുന്ന പറയല്ലേ, അല്ല ഉമ്മാന്റെ ഉമ്മക്കേട് കെട്ടുന്ന പറയലുണ്ടോ? ബാപ്പാനോട് ഒരു കുട്ടി തട്ടി കയറാണ്, നമ്മളെന്താ പറയാ, എടാ ബാപ്പാന്റെ വാപ്പക്കേട് കെട്ടുന്ന, അതാ ഗുരുത്തക്കേട് കെട്ടുന്ന പറയല്. ബാപ്പയും ഉമ്മയൊക്കെ അവിടെ ഗുരുവാണ്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ ബാപ്പയും ഉമ്മയും ഗുരു അല്ലാതിരുന്നു. അപ്പൊ വേറൊരു ഗുരുവിന്റെ ആവശ്യം വന്നു, അത്രേ ഉള്ളൂ. പഴയ കാലത്ത് മദ്രസല്ലല്ലോ. പിന്നെ പൊരയിലൊരു സദർ ഉണ്ടാവും, അത് വാപ്പേണേക്കാരം. മഹ്റജ് പഠിപ്പിക്കുന്ന ഒരാളുണ്ടാവും, അത് ഉമ്മേണേക്കാരം. എഴുതിയത് തെറ്റിയെന്ന് പരിശോധിക്കുന്ന ഒരാളുണ്ടാവും, അത് പെങ്ങളായിരിക്കും. കേട്ട് പഠിക്കുന്ന ഒരാളുണ്ടാവും, അത് ഇവന്റെ അനിയനായിരിക്കും. എല്ലാം കേട്ട് ആസ്വദിക്കാൻ ഒരാളുണ്ടാവും, അത് തൊള്ളയിൽ പല്ലില്ലാത്ത വല്യമ്മയായിരിക്കും. അത് പിന്നീട് നീങ്ങിപ്പോയി, ഗൾഫിന്റെ പണം അടിച്ചപ്പോൾ ഒരുപാട് ആളാണ് പോയി. അപ്പോഴാണ് സമസ്ത ഇടപെട്ടിട്ട് മദ്രസ ഉണ്ടായത്. എത്ര കൂലിയാണ് അതിന്റെ ശില്പികൾക്ക് ഓരോ ദിവസം കിട്ടുക? 10,000 മദ്രസകളിൽ നിന്ന് എത്ര ലക്ഷം സലാത്താണ് ഒഴുകുന്നത്? 12 ലക്ഷം വിദ്യാർത്ഥികൾ 3 സലാത്തല്ലിയാൽ എത്ര ലക്ഷം സലാത്തായി? ഇത് മുഴുവനും ആരെ കയറൊപ്പുക നീങ്ങണത്? സമസ്തന്റെ നേതാക്കളുടെ. യാ അല്ലാഹ്, ചിന്തിക്കണേ ചിന്തിക്കണേ. അതുകൊണ്ട് വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഹൃത്തടത്തിൽ കുട്ടികൾക്ക് കൊത്തിവെക്കേണ്ട ഏറ്റവും വലിയ അക്ഷരങ്ങളും കുട്ടികൾക്ക് കൊടുക്കേണ്ട, ഹൃത്തടത്തോട് ചേർത്തി കൊടുക്കേണ്ട തുള്ളിമരുന്ന് അത് മുഹമ്മദ് മുസ്തഫ. വലഖദ് ഖലഖ്തു ദുനിയാ വഅഹ്ലഹാ ലിഉഅരിഫഹും മൻസിലതക വമകാനതക ഇൻദീ. എന്റെ അരികിൽ നിങ്ങൾക്കുള്ള സ്ഥാനവും വലുപ്പവും മഹിമയും ദറജയും ഖദറും എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ സൃഷ്ടികളെ കൊണ്ടുവന്നത്. പിന്നെ നിങ്ങളുടെ ഊട്ടുകുട്ടിയാണ് ഞാനാരാണെന്ന് പറഞ്ഞു കൊടുക്കല്. കാരണം ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. മുത്തനബിനെ
പഠിച്ചാൽ അള്ളാനെ മനസ്സിലായി, അതാണ്, വേറെ ഒന്നും വേണ്ട. നമ്മൾ ആരെങ്കിലും അള്ളാനെ കണ്ടിട്ടുണ്ടോ? നാം മുത്തനബി കണ്ടിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ? നാം മുത്തനബി കണ്ടിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും നരകം കണ്ടിട്ടുണ്ടോ? മുത്തനബി കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു യഹൂദി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ ഭാഷ ഞാൻ ഉദ്ധരിക്കുന്നില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് ഒട്ടകത്തിന് വാങ്ങിയിട്ടുണ്ട്, അതിന് കാശ് തന്നിട്ടില്ല. കാശ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇയാൾ കളവ് പറഞ്ഞു. നിങ്ങൾ കാശ് തന്നിട്ടില്ല. അള്ളാഹു റസൂലുള്ളാഹിനോട് കാശ് തന്നിട്ടുണ്ടല്ലോ പറഞ്ഞു. അപ്പൊ യഹൂദി ചോദിച്ചു, ആരാ സാക്ഷി എന്ന് ചോദിച്ചു. അപ്പൊ സാക്ഷിയില്ല, വരുമ്പിൽ മാത്രം നടന്ന ഇടപാടാണ്, വേറെ സാക്ഷിയില്ല. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയെ കൊടുക്കാനില്ലാതെ നിശബ്ദനായി. പൈസ കൊടുത്തു എന്ന് ഉറപ്പാണ്, പക്ഷെ സാക്ഷിയില്ല. എന്നാ മുമ്പിൽ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഫാറൂഖ് ഒക്കെ ഉണ്ട്, അവരൊന്നും മിണ്ടിയില്ല. കാരണം അവരാരെങ്കിലും ഞങ്ങൾ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ മുത്തനബി ചോദിക്കും, ഞാൻ കൊടുത്തു നിങ്ങൾ കണ്ടോന്ന്. അതാണല്ലോ ന്യായം. ന്യായം വിട്ടിട്ടുള്ള കളിയില്ലല്ലോ, ന്യായം വിട്ടിട്ടുള്ള കളിയില്ല. അത് ആരാണെങ്കിലും ആണ്, അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത ശൈലി. അപ്പൊ ഞാൻ കൊടുത്തേ നിങ്ങൾ കണ്ടോന്ന് ചോദിക്കും, അത് പേടിച്ചിട്ട് അവരാരും മിണ്ടിയില്ല. അപ്പോഴാണ് ഒരു സ്വഹാബി എണീറ്റിട്ട് പറഞ്ഞു, ഹബീബാ നബിയെ, ആ ഒട്ടകത്തിന്റെ കാശ് നിങ്ങൾ കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞു. അപ്പോ പ്രതീക്ഷയെ പോലെ ചോദ്യം വന്നു, നിങ്ങളപ്പോൾ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കാശ് കൊടുക്കാൻ നിങ്ങൾ കണ്ടുകണോ? ഇല്ല. പിന്നെ എങ്ങനെ സാക്ഷിക്കാന്ന് വെച്ച്. അപ്പൊ ഈ സഹാബി ഒരു 1.5 ദർശനാണ് മുമ്പ് കിട്ടുന്നത്. മുത്തനബിയെ, അല്ല ഉണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. സ്വർഗമുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. നരകമുണ്ടെന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. ജിബ്രീലുണ്ടെന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. മുങ്കർ നക്കീറുണ്ടെന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. സിറാത്ത് പാലമുണ്ടെന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. ഹിസാബുണ്ടെന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. മഹ്ശറുണ്ടെന്നതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് സാക്ഷി നിൽക്കുന്നത്? അത് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് നബിയേ. അങ്ങ് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിനൊക്കെ ഞാൻ സാക്ഷി എന്നാൽ അങ്ങ് പറഞ്ഞുകൊണ്ട് ഒട്ടകത്തിന് പൈസ കൊടുത്തെന്നുള്ളത് എനിക്ക് സാക്ഷി ഒന്നുകൂടെ? എന്താണ് ആ ന്യായം എന്ന് പറയുന്നത്? അല്ലാഹു. ഉടനെ അള്ളാഹുവിന്റെ റസൂൽ മാർക്ക് കൊടുത്തു. 2 പുരുഷന്മാർ സാക്ഷി നിൽക്കേണ്ട സ്ഥലത്ത് ഇയാളാണെങ്കിൽ ഒരാൾ നിന്നാ മതി എന്ന് മുഹമ്മദ് മുസ്തഫ. വിഷയത്തിന്റെ മജ്ജ മുഹമ്മദ് മുസ്തഫയാ. ഇത് കണ്ടുപിടിച്ചവർ രക്ഷപ്പെട്ടു, ഇത് കാണാത്തവർ നാളെ കൊണ്ടനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരത്താമ്പിന് വലിപ്പം കൂടിയിട്ടോ ഹദീസ് സനദ് സഹിതം മനപ്പാടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ ആളെ കാലിന്റെ അടിയിലെ മണ്ണ് തിരിച്ചറിയണം. ഞാൻ കുറച്ച് ഇപ്പുറത്തിരുന്നിട്ടും കുറച്ചങ്ങോട്ട് നീണ്ടു വലിഞ്ഞിട്ട് ഈ തങ്ങളെ കൈ പിടിച്ച് മുത്താൻ കാരണം എന്താ പറയുക? ഞങ്ങള് ആ ചോര വേറെ ചോര, നമ്മള് ചോര അല്ലാതാണ്. ആ ചോര വേറെ ചോരയാണ്. അബ്ദുല്ലാഹിന് സുബൈർ അള്ളാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പ് വെച്ചിട്ട് രക്തം കൊടുത്തിട്ട് പറഞ്ഞു, ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മറമാടിക്കളയാ. അവരാരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒന്നായിട്ടാണ്ട് പിടിച്ചു. മുത്തനബി ചോദിച്ചു, എന്തേ ആട്ടി എന്ന് വെച്ചാൽ ഞാൻ പള്ളിക്കാക്കിക്കുന്ന കാരണം. അപ്പൊ ഞാൻ ആരും കാണാത്ത സ്ഥലത്ത് മറാടാൻ, ആരും കാണാത്ത സ്ഥലത്ത് ഇങ്ങനെ മറാടിക്കുന്നു. ആരും എന്ന് പറയണ്ട, റസൂലുള്ളാഹിക്ക് ബോഡി വേസ്റ്റ് ഇല്ല. നമ്മളെ നാട്ടിൽ വിൽക്കണ അത്തറിനേക്കാളും നല്ല ഗന്ധാണ് റസൂലുള്ളാഹിന്റെ വേർപ്പിന്. ചുവന്നൈറ്റൊരു പനനീറുണ്ട്, ചുവന്നൈറ്റം പനനീർ. അത് നല്ല സ്മെല്ല. ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഒരു കിതാബിൽ. ആ പനനീറിന്റെ അസിൽ വന്നത് മുത്തനബിന്റെ വേർപ്പ് എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുണ്ട്, എന്റെ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ പനനീർ എടുത്ത് മണത്താ മതി എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് റൂഹുൽ ബയാനിലുണ്ട് ഈ സംഭവം. സൂറത്തുൽ ഇസ്രാഇന്റെ തഫ്സീറിൽ കാണാം. വെറുതെ പറയില്ല. മുത്തുനബിയെ അടിമുടി ഒന്ന് പഠിക്കണേ. മക്ക മദീനകളിൽ പാറി നിൽക്കുന്ന പ്രാക്കളെ കണ്ടിട്ടില്ലേ? ഏതാണ് ആ പ്രാക്കളെന്നറിയോ? സൗറിന്റെ ഉള്ളിലേക്ക് മുത്തുനബി വരുമ്പോ മുത്തുനബിക്ക് അഭയം കൊടുത്ത പ്രാക്കളുടെ താവഴിയിലുള്ള പേരക്കുട്ടികളാണ് എന്ന് വലിയൊരു വിഭാഗം പറയുകയാണ്. അതുകൊണ്ട് ഫുഖഹായിൽ ഒരു വിഭാഗം പറയുന്നു, ആ പ്രാക്കളെ ബഹുമാനിക്കണം. എന്തുകൊണ്ട്? റസൂലുള്ളാഹിക്ക് ഗാറ് തൗറിൽ, തൗറ് എന്ന് പറഞ്ഞാൽ തന്നെ കാളാന്നാണ്. ആ മലക്ക് ആ പേര് വരാൻ കാരണം കാളന്റെ രൂപത്തിലാണ്.
ഓരോന്നിനും ഓരോ അസലുണ്ട്. അത് പഠിക്കുമ്പോൾ ഭയങ്കര രസമാണ്. എന്താ ഒരു മലക്ക് കാളാന്ന് പേരിടാൻ കാരണം താഴെ നോക്കിയാൽ ഏകദേശം ഒരു കാളന്റെ രൂപത്തിലാണ്. അല്ലെങ്കിൽ അവിടെ ഈ പേരിൽ വേറെ ആൾ നേരത്തെ ഉണ്ട്, അയാളെ പേരിലാണ് പിന്നെ മല അറിയപ്പെട്ടത്. ഈ മല മുത്തുനബിയെ മാടി വിളിച്ചുകൊണ്ട് അമ്മലേക്ക് കയറിയത്. അതിന്റെ അപ്പുറത്ത് വേറെ മലയൊക്കെ ആദ്യം കയറിയിട്ടുണ്ട്. അപ്പൊ ആ മല പറഞ്ഞു എന്നിൽ നിന്ന് ഇറങ്ങിപ്പോണം മുത്തുനബിയെ എന്ന് പറഞ്ഞു. എന്താ ആ മല പറയാൻ കാരണം എന്നറിയോ? മുത്തുനബിയെ, അങ്ങയുടെ ഖദർ വഹിക്കാൻ എനിക്ക് കഴിയൂല. നിങ്ങളെങ്ങാനും എന്റെ മുതുകിൽ കയറിയിട്ട് ശത്രുക്കൾ കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ശത്രുകിങ്കരൻ വന്ന് അവന്റെ വടി കൊണ്ടോ വാളുകൊണ്ടോ നിങ്ങളെ വെട്ടിയാൽ, എന്റെ മുതുകത്ത് അങ്ങേക്ക് പരിക്ക് വന്നാൽ അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നബിയേ. അതുകൊണ്ട് എന്നിൽ നിന്ന് ഇറങ്ങണേ യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിന്റെ ഖദർ ഉൾക്കൊള്ളാൻ കഴിയാതെ മല കരയുകയാണ്.